Welcome to Garam Masala, the magic spices of cooking. സ്പൈസ്ലെസ് ചെറുപയർ കറി. ഇന്ന് നമുക്ക് ചെറുപയർ കറി തയ്യാറാക്കിയെടുക്കാം. സ്വാദിഷ്ടമായ ഈ കറിയിൽ ഞാൻ സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല. ഇത് പുട്ട്, ഇടിയപ്പം, ചപ്പാത്തി ഇവയുടെ കൂടെയെല്ലാം നല്ലൊരു കോമ്പിനേഷൻ ആണ്. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം ഒരു പാൻ ചൂടാക്കിയെടുക്കാം. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർക്കണം. ഈ ചെറിയ ഉള്ളി ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ ഉള്ളി തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 3 വറ്റൽമുളക് ചേർക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. നമുക്കിതിനെ നന്നായി ഇളക്കി കൊടുക്കാം. അടുത്തതായി നമുക്ക് ഇതിലോട്ട് ചെറുപയറാണ് എടുക്കേണ്ടത്. ഞാനിവിടെ 1 കപ്പ് ചെറുപയർ 6 മണിക്കൂർ കുതിർത്തിയെടുത്തതാണ്. അതിനുശേഷം ഇതിനെ ഉപ്പ് ചേർത്ത് വേവിച്ചെടുക്കണം. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ചെറുപയറിനെ നമുക്ക് പാനിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കണം. ഇവിടെ ഞാൻ 1 കപ്പ് തേങ്ങ, 8 മുതൽ 10 എണ്ണം വരെ ചെറിയ ഉള്ളി, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ വലിയ ജീരകം ഇവ ഒരൽപ്പം വെള്ളം ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുത്തതാണ്. നമുക്കിതിനെ പാനിലോട്ട് ചേർക്കാം. ഇതിലോട്ട് ആവശ്യമെങ്കിൽ നമുക്ക് 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ ചെറുപയർ ഗ്രേവിയോട് കൂടിയാണ് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലോട്ട് വെള്ളം ചേർക്കുന്നില്ല. ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിനെ അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. ഈ കറിയിൽ ഞാൻ 2 പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇത് ചേർത്താൽ ചെറിയൊരു എരിവ് ഉണ്ടായിരിക്കും. എരിവ് വേണ്ട എന്നുള്ളവർക്ക് ഇതുകൂടെ ഒഴിവാക്കാം. നമ്മുടെ കറി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനെ നമുക്ക് അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ സ്പൈസ്ലെസ് ചെറുപയർ കറി തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ ചപ്പാത്തി, ഇടിയപ്പം, അപ്പം, പുട്ട് ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം. താങ്ക് യു.